അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി യോഗ പരിശീലനം നടത്തി. തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയുടെയും MAI കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യോഗ പരിശീലനം നൽകിയത്. ഒരാഴ്ചയോളം നീണ്ടുനിൽക്കുന്ന യോഗ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ദിനാചരണ പരിപാടി നടത്തിയത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയും AMAI കോതമംഗലം ഏരിയ വനിതാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന യോഗാ ദിനാചരണ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. വാരപ്പട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന യോഗ ദിനാചരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ശിശുദിനമുണ്ട്, വനിതാ ദിനമുണ്ട്, യോഗാ ദിനമുണ്ട്, പരിസ്ഥിതി ദിനമുണ്ട്. ഒരുപാട് ദിനങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡയറികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ദിനങ്ങൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു ദിനം കൊണ്ട് തന്നെ പരിപാടിയെ നടത്തുന്ന ശീലമാണ് നമുക്ക്. ജൂൺ മാസം 21 തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമായി വർഷങ്ങളായി ആചരിച്ചു വരികയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യോഗയുടെ മാതാവ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യമാണ് യോഗയുടെ മാതാവ്. യോഗയുടെ കാര്യത്തിൽ മാത്രമല്ല, ആയുർവേദത്തിന്റെ ഉത്ഭവം ഒക്കെ നമ്മുടെ നാടാണ്, നമ്മുടെ രാജ്യമാണ്. വാർഡ് മെമ്പർ സജിത ഗോപി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജ്മി അൻസാരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തെക്കിനി കൃപ ആയുർവേദ ആശുപത്രി ഡയറക്ടറും AMAI വനിതാ കമ്മിറ്റി കൺവീനറുമായ ഡോക്ടർ റോഷിനി ഹരി അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ സന്ദേശം നൽകി. ഒറിജിനൽ നേഷൻ എന്ന് പറഞ്ഞു യോഗ ഉണ്ടായിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ് യോഗയുടെ ഒറിജിനൽ രാജ്യം. പക്ഷെ ഇപ്പോൾ യോഗ ആചരിക്കുന്നതും യോഗ ദിവസവും ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നതും ബാക്കി എല്ലാ രാജ്യക്കാരുമാണ്. ഫോറിനേഴ്സ് ഒരുവിധം 90% ആൾക്കാർ യോഗ എന്നും പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. AMAI വനിതാ ജില്ലാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ അഞ്ജു ഈപ്പൻ കുട്ടികൾക്ക് യോഗ പരിശീലന ക്ലാസ് നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി TV, ടീച്ചർമാരായ അംബലി, ജൻസ ഖാദർ, അഫ്രീന, അൽഫോൺസ CT, സിമി, ഹോസ്പിറ്റൽ മാനേജർ PM ശശികുമാർ, യോഗാധ്യാപകരായ റിനി എബി, അൽ അമീൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് KR രാജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.